ജനം ടിവിയെ പാസ്റ്റർമാരുടെ മഹത്വം പഠിപ്പിക്കാനിറങ്ങിയ പാസ്റ്റർക്കെതിരെ ലൈംഗിക ആരോപണം. എൻഡ് ടൈം ഗോസ്പൽ മിനിസ്ട്രീസിലെ പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെയാണ് ആരോപണം. പ്രാർത്ഥനയ്ക്കെത്തിയ വീട്ടിലെ വിധവയായ യുവതിയെ കടന്നു പിടിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. തൻ്റെ ഭാര്യ ഉടൻ മരിക്കുമെന്നും തന്നോടൊപ്പം ജീവിക്കണമെന്നും യുവതിയോട് ഇയാൾ പറഞ്ഞെന്നും യുവതിയുടെ സുഹൃത്ത് ജനം ടിവിയോട് വെളിപ്പെടുത്തി. ആദ്യം ജനം ടിവിക്കെതിരെയുള്ള ഈ പാസ്റ്ററുടെ ചില വാക്കുകൾ കേൾക്കാം. ഒരു 90-കൾ മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഇവന്മാർ വീടുകളിൽ കയറിയിട്ട് ഭഗവത്ഗീത എടുത്തെറിയുക, രാമായണം എടുത്തെറിയുക, അതിനുശേഷം സുവിശേഷം കൊണ്ടവിടെ വെക്കുക. അപ്പം ഇവന്മാർ ഈ കലാപരിപാടി നടത്തുന്ന സമയത്താണ് നമ്മുടെ സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലുള്ള ആൾക്കാർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പോകുന്നവരൊക്കെ പാസ്റ്റർമാരെ കൈകാര്യം ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇനിയും ചെയ്യാനും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് മടിയൊന്നുമില്ല. ഒരു പാസ്റ്ററിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന സംഘടനാ സംവിധാനം ഒന്നുമല്ല ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ള. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഹിന്ദുമത കൺവെൻഷൻ ചെറുകോൽപ്പുഴ നടന്നു കഴിയുമ്പോൾ ഉദ്ഘാടനം കഴിയുമ്പോൾ അവരെല്ലാം ഇറങ്ങുകയാണെന്ന് പാസ്റ്റർമാരെ അടിക്കാൻ. എന്റെ പൊന്നു സ്നേഹിത, ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഈ ലോകപ്രകാരം മടിവാളം പിടിച്ചുകൊണ്ടൊക്കെ നടന്നൊരു കാലഘട്ടം നമ്മുടെ പിന്നിലുണ്ട്. നമ്മൾ ഈ സുവിശേഷം എടുത്തുകൊണ്ട് ഇറങ്ങാൻ ഈ രക്ഷകൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി വടിവാളം പിടിച്ച് നടന്ന ആ പാസ്റ്ററിനെ പറ്റി, അയാളുടെ ചെയ്തികളെ പറ്റി, ആ ക്രൂരതകൾക്കിരയായ ഒരു യുവതിയുടെ സുഹൃത്ത് പറയുന്ന പ്രതികരണങ്ങൾ നോക്കാം. അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയും പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ദൂരെ ഇപ്പൊ 2-3 എന്താ പറയാ 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞങ്ങ് വിട്ടു. അദ്ദേഹം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ ക്ഷീണമാണെന്നും പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരി മാറ്റുകയായിരുന്നു. ബനിയൻ ഇട്ടുകൊണ്ട് മാത്രമാണ്. സഹോദരിയുടെ വീട്ടിൽ പെൻ ക്യാമറ ഉണ്ടായിരുന്നു. അതിനകത്ത് ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടെയുണ്ട്. വെറുതെ പറയുന്നതല്ല. ഈ സഹോദരി അടുക്കള നിന്ന സമയത്ത്, ചായ എടുത്തുകൊണ്ട് നിന്ന സമയത്ത് അവിടേക്ക് പുള്ളിക്കാരിയെ കടന്നു പിടിക്കാൻ ചെല്ലുക. പിന്നെ എന്നിട്ട് പറഞ്ഞ ഭാര്യയ്ക്ക് എന്തോ രോഗമാണ്, ബ്രെയിനിനകത്ത് എന്തോ ട്യൂമറാണ്, അപ്പോൾ ഉടനെ തന്നെ ഭാര്യ മരിച്ചു പോകും. അപ്പം നിങ്ങൾ വിധവയല്ലേ, ഒരു വിധവയുടെ ഭവനമാണ്, അപ്പം എന്നിട്ട് നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് ആ സഹോദരിയോട് ഇദ്ദേഹം സംസാരിച്ചത്. ഓക്കെ, ഗോകുലുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഗോകുൽ, നമ്മൾ നേരത്തെ ചില പാസ്റ്റർമാരുടെ ചെയ്തികളൊക്കെ കണ്ടതാണ്. എങ്ങനെയാണ് സ്ത്രീകളെയൊക്കെ ലൈംഗികമായി നിക്ഷേപിക്കാനും അവരെ പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നത്. ഇപ്പോൾ ഈ പുതിയ പാസ്റ്റർ എന്തൊക്കെയാണ് ഇയാളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്ററിന്റെ കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് വാർത്ത നൽകിയിരുന്നതാണ്. അതിനുശേഷം അയാളുടെ അനുയായികളായിട്ടുള്ള ചില പാസ്റ്റർമാരുടെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും മറ്റൊരു അനുയായി കൂടിയിട്ടാണ്, അതായത് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററുമായിട്ട് ബിനു വാഴമുട്ടമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള മറ്റൊരു പാസ്റ്ററിന്റെ ഒരു കൊള്ളരുതായ്മയെ പറ്റിയിട്ടുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സോളമൻ കോട്ടയം എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്, ഗോസ്പൽ എൻഡ് ടൈം മിനിസ്ട്രീസ് എന്ന് പറയുന്ന ആ പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററാണ് ഇയാൾ. സോളമൻ കോട്ടയം എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഇയാൾ ഈ വഴിയിലൊക്കെ നിന്നുകൊണ്ട് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തുന്ന ആളാണ്. ഇയാളുടെ ലൈംഗിക അതിക്രമ ശ്രമത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് നമ്മൾ ബിനു വാഴമുട്ടത്തിനെതിരായിട്ട് തുടർച്ചയായിട്ട് വാർത്തകൾ നൽകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ജനം ടി വി വാർത്തകളെ വിമർശിച്ചുകൊണ്ട് യഥാർത്ഥ പാസ്റ്റർമാർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ള ഒരു വിദ്വാൻ കൂടിയിട്ടാണ് ഈ സോളമൻ കോട്ടയം എന്ന് പറയുന്ന ആ പാസ്റ്റർ. എന്തായാലും ആ നല്ല ജനം ടിവിയെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞ ആ പാസ്റ്ററുടെ ആ കൊള്ളരുതായ്മകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അയാളുടെ ചരിത്രം അത്ര നല്ലതല്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അയാളുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് വലിയ ലൈംഗിക അതിക്രമിയാണ് ഇയാളെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രാർത്ഥനയുടെ മറവിൽ വീടുകളിൽ പോയി വിധവകളായിട്ടുള്ള സ്ത്രീകളെ ഈ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും കടന്നു പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇയാളുടെ തൊഴിൽ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇയാളുടെ പീഡനത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടമ്മയുടെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു യുവതി തന്നെയാണ് നമ്മളോട് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു വിധവയുടെ വീട്ടിൽ ഇയാൾ പ്രാർത്ഥനയ്ക്കെന്ന വ്യാജേന പോയി. ഇയാളോടൊപ്പം 4 പേര് കൂടി ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ മറ്റു 4 പേരെയും ഇയാൾ പറഞ്ഞു വിട്ടു. അതിനുശേഷം ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ ആ ഷർട്ടൊക്കെ ഊരി മാറ്റി അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ഈ ചായയുമായി വന്ന ആ യുവതിയെ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു. അതിനുശേഷം യുവതി അതിനെ പ്രതിരോധിച്ചെങ്കിലും അതിനുശേഷം അയാൾ പറയുകയാണ് തൻ്റെ ഭാര്യ ഒരു രോഗത്തിനടിമയാണ്, ഏത് നിമിഷം വേണമെങ്കിലും അവർ മരിക്കും, അതിനുശേഷം താൻ
ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തൊരു വിദ്വാൻ കൂടിയിട്ടാണ് ഈ ജനൻ ടി വിക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായി കൂടിയിട്ടാണ് ഇയാൾ, അതായത് ബിനു വാഴമുട്ടവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു പാസ്റ്റർ തന്നെയാണ് ഇയാൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇയാൾ ഈ ഒരു സുവിശേഷ പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയിട്ടാണ്, അതായത് ഇയാളുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒപ്പം ഇയാൾ തന്നെ ഇയാളുടെ അതിനകത്തൊരു കാര്യം, അയാൾ ആ ജനം ടി വിക്കെതിരെ സംസാരിക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് അയാൾ വടിവാളും ഒക്കെ പിടിച്ച് നടന്നിട്ടുള്ള ആളാണെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി, ഇത്തരത്തിലൊരു മതവിഭാഗത്തിൻ്റെ മതപ്രചാരകനായിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഇവർക്കൊക്കെയുള്ള യോഗ്യത എന്താണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ജീവിച്ച ഒരാൾക്ക് ഇത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നാനിടയുമില്ല. ഗൂഗിൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് അയാളുടെ ചരിത്രവും പാസ്റ്റുമൊക്കെ അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വടിവാളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഗുണ്ടയാണ്. ഒപ്പം മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് താൻ എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ അയാൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ രീതിയിലുള്ള ചേഷ്ടകളൊക്കെ തന്നെ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഗ്ലോബൽ എലോഹിം വർഷിപ്പ് സെൻറ്ററിലെ മറ്റൊരു പാസ്റ്റർ ഈ രീതിയിൽ ആദ്യഘട്ടത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കൊല്ലാനും വെട്ടാനും ഒക്കെ തങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ട്, ഉച്ചയ്ക്കടിക്കുന്നവനെ രാത്രി തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇവരെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ KA തോമസ് എന്ന് പറയുന്ന ആ പാസ്റ്റർ ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം ജനൻ ടി വിക്ക് എതിരായിട്ടൊരു പ്രാർത്ഥനാ യോഗം തിരുവനന്തപുരം പാലിയോട് സംഘടിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനാ യോഗത്തിന് കാവൽ നിന്നത് ഗുണ്ടകളായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. അതായത് നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയൊക്കെ നിന്നിരുന്നത് ഗുണ്ടകളാണ്. എന്തായാലും ഈ പാസ്റ്റർമാർ, ഇയാളുടെ ഈ ബിനു വാഴമുട്ടവും അയാളുടെ അനുയായികളായിട്ടുള്ള പാസ്റ്റർമാരൊക്കെ തനി ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്, ലൈംഗിക പ്രതികളാണ്, അല്ലെങ്കിൽ ലൈംഗിക ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെയാണ് ഈ വലിയ സുവിശേഷം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നന്നാക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും ഇവരുടെ ഒന്നും ഉദ്ദേശം ജനങ്ങളെ നന്നാക്കുക, മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല. അതിന് പിന്നിലുള്ള വലിയ ഉദ്ദേശമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ട്. ഒപ്പം വ്യാപകമായിട്ട് ഇത്തരത്തിൽ വ്യാജ മതപരിവർത്തന അല്ലെങ്കിൽ ആ ലോബിയുടെ ഭാഗമായി ഈ പണം തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒപ്പം ഭൂമി കയ്യേറ്റം അടക്കമുള്ള മറ്റ് വിഷയങ്ങളും ഇതിലൊക്കെ കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയിട്ടുള്ള വാർത്തകളിലൊക്കെ എങ്ങനെയാണ് പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ഭൂമി കയ്യേറ്റത്തിനൊക്കെ വ്യാപകമായിട്ടുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം ഈ രീതിയിൽ ഗുണ്ടായുസവും അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമവും ഒക്കെയാണ് ഇവരുടെ തൊഴിൽ, ഈ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികളുടെ തൊഴിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇവർക്കൊന്നും എതിരെ ശബ്ദിക്കുവാനായിട്ട് ഈ ഇതിന് ചൂഷണത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടികൾക്കും യുവതികൾക്കുമൊക്കെ ഭയം തന്നെയാണ്. കാരണം ഇവരുടെ ഒരു ഗുണ്ട സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് അത്രമാത്രം വലുതാണ്. പ്രത്യേകിച്ച് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഇവർ ഏത് വഴിയും സ്വീകരിക്കുമെന്നുള്ളതൊക്കെ മുമ്പ് ഉദാഹരണമായിട്ട് നിലനിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. വധഭീഷണി അടക്കം മുഴക്കി വധിക്കാനടക്കം ശ്രമം നടക്കുന്ന സംഭവങ്ങൾ വരെ ബിനു വാഴമുട്ടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അയാളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഇയാളുടെ അനുയായികൾക്കും എതിരായിട്ട് അവരുടെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായിട്ടുള്ള യുവതികൾക്കടക്കം ഈ കാര്യങ്ങൾ പുറത്തു പറയാനായിട്ട് ഇത്രയും നാൾ ഭയമായിരിക്കുന്നത്. എന്തായാലും നമ്മളുടെ വാർത്തകൾ, ജനൻ ടി വിയുടെ വാർത്തകൾ ഇത്തരക്കാർക്ക്, അതായത് ഇവരുടെ ചൂഷണത്തിനിരയായ ആളുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇവർ നമ്മളോട് തുറന്നു പറയാൻ ഇവർ ധൈര്യം കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം പല പാസ്റ്റർമാരുടെയും, ഈ ബിനു വാഴമുട്ടത്തിൻ്റെ അനുയായികളായിട്ടുള്ള പല പാസ്റ്റർമാരുടെയും ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നിരവധിയായിട്ട് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെ നിയമ നടപടിയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ നിരാശ നൽകുന്ന ഒരു കാര്യം. കാരണം നിയമ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഈ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇവരുടെ പോക്കറ്റിലാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ചതിക്കുഴിയിൽ വീണു പോവുകയാണ്. അതായത് ഇവരുടെ കവട വിശ്വാസത്തിലേക്കാണ് അവർ വന്നു ചേർന്നത് എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. പിന്നീട് അവരുടെ ശാരീരിക മാനസിക പീഡനങ്ങൾക്കടക്കം ഇഴയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ഒപ്പം വ്യാപകമായിട്ട് മതപരിവർത്തനവും ഈ ഭൂമി തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും അടക്കമുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് ഈ പാസ്റ്റർമാരെന്ന പേരിൽ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള എന്ത് വൃത്തികേടുകളും കാണിക്കാം, ലൈംഗിക കുറ്റവാളികളാകാം. പക്ഷെ അപ്പോഴും ചില കവചങ്ങൾ അവരെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്ന് ജനൻ ടി വി പിന്നോട്ടില്ല എന്ന് തന്നെയാണ്.